കേരളത്തിലെ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ ക്യാമ്പ് ദൂർത്ത് കണ്ടിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു അത്ഭുതമില്ല, വാർത്തയല്ല. ആ പൈസ പൊടിച്ച് കളയുന്നത് കണ്ടിട്ട് അവർക്കൊരു വിഷമവുമില്ല. വയനാട് കഴിഞ്ഞ 2 ദിവസമായിട്ട് കോൺഗ്രസിന്റെ ക്യാമ്പ് നടക്കുകയാണ്. സുൽത്താൻ ബത്തേരിയിലുള്ള ഒരു നൈറ്റിന് 20,000 രൂപ. ചിന്തിക്കുക, ഒരു നൈറ്റിന് 20,000 രൂപ. എവിടെ? വയനാട് സുൽത്താൻ ബത്തേരിയിലെ സപ്ത റിസോർട്ടിൽ വെച്ചിട്ടാണ് ആഡംബരമായിട്ടുള്ള ആ ക്യാമ്പ് അരങ്ങേറുന്നത്. ഒന്ന് ആലോചിക്കുക, ആ നാട്ടിലെ ജനങ്ങളുടെ ഫണ്ട് പിരിച്ചെടുത്ത് ഇതുവരെ വീട് വെച്ച് കൊടുത്തിട്ടില്ല. ഗാന്ധിയൻ പാർട്ടിയാണ്. ഗാന്ധിയൻ പാർട്ടിക്കാർ അധികാരത്തിൽ ഇല്ലാത്ത സമയത്ത് ഒരു ദിവസം 1 ലക്ഷത്തിന് മുകളിൽ അല്ലെങ്കിൽ 2 ലക്ഷത്തോളം രൂപ പൊടിച്ചാണ് ഒരു ക്യാമ്പിന്റെ ദിവസം തള്ളി നീക്കുന്നത്. നേതാക്കന്മാർക്കെല്ലാം അക്കോമഡേഷൻ, ഫുഡ്, പിന്നെ സ്പാ എന്ന് പറഞ്ഞാൽ ഉഴിച്ചിലെന്ന് പറയും. ആവശ്യമുള്ളവർക്ക് ക്യാമ്പിൽ പങ്കെടുക്കാം, അല്ലെങ്കിൽ പോയി ഉഴിച്ചിലും പിഴിച്ചിലൊക്കെ നടത്താം. ഇങ്ങനെ ആഡംബരം അല്ലെങ്കിൽ ഇങ്ങനെ ദൂർത്തടിച്ചുള്ള ഒരു ക്യാമ്പ് അരങ്ങേറുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഗാന്ധിയൻ പാർട്ടിക്ക് ചേർന്നതാണോ ഇത്തരം ആഡംബര മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ ആഡംബര ക്യാമ്പുകൾ എന്ന് ചോദിക്കാൻ നാവ് ഉയരുന്നില്ലെങ്കിൽ ഈ നാട്ടിൽ നടക്കുന്ന കൂട്ടുകച്ചവടത്തെക്കുറിച്ച് ജനം ചിന്തിക്കേണ്ടതാണ്. മണിക്കൂറിനും ഒരു നൈറ്റിനും 20,000 രൂപയെ കുറഞ്ഞുള്ള ഒരു റിസോർട്ട് തങ്ങളുടെ ഒരു ക്യാമ്പിന് പറ്റത്തില്ല. അത്തരം ആഡംബരത്തോടു കൂടി തന്നെ തങ്ങൾക്ക് ഒരു ക്യാമ്പ് കൂടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് ക്യാമ്പെന്നല്ല. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വർഗീയ അടിസ്ഥാനത്തിൽ വോട്ടുകൾ ശേഖരിച്ച് വിജയിച്ചതിൻ്റെ വിജയാഹ്ലാദ പ്രകടനം അല്ലെങ്കിൽ ആഘോഷമാണ് അരങ്ങേറുന്നതെന്ന് പറയേണ്ടി വരികയാണ്. അല്ലെങ്കിൽ ആ നാട്ടിൽ സകലതും നഷ്ടപ്പെട്ട മനുഷ്യരുടെ നെഞ്ചിൽ ചവിട്ടി നിന്ന് അവർ ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്ന സന്ദർഭത്തിൽ, കയറിക്കിടക്കാൻ ഇടമില്ലാത്ത സന്ദർഭത്തിൽ അവർക്ക് വേണ്ടി ഫണ്ട് പിരിച്ച് അത് പുട്ടടിച്ചതിന് ശേഷം എത്ര പിരിച്ചെന്നോ, അവർക്ക് വേണ്ടി ഭൂമി എവിടെ വാങ്ങുമെന്നോ, അല്ലെങ്കിൽ അവർക്ക് എപ്പോൾ വീട് വെച്ച് നൽകുമോ എന്നതിനെ സംബന്ധിച്ച് ഒരു ഉറപ്പും കൊടുക്കാത്ത സന്ദർഭത്തിൽ ഇങ്ങനെയൊക്കെ അവരുടെ മുന്നിൽ തന്നെ ആഡംബരവും ധൂർത്തും കാണിക്കുന്നുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി ഇങ്ങനെ ആഡംബരത്തിൽ ഗാന്ധിയൻ മോഡലിലുള്ള സമ്മേളനങ്ങൾ നടത്തുമ്പോൾ ഇവർക്ക് അധികാരം കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. CPM ഒരു പ്രദേശത്ത് ഒരു പരിപാടി നടത്തുമ്പോൾ ഒരു സ്റ്റേജ് കെട്ടിയാൽ അല്ലെങ്കിൽ പന്തൽ കെട്ടിയാൽ അതിന്റെ കണക്ക് പറയുന്നവർ, ഈ അടുത്ത കാലത്ത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മോഹൻലാലിന് ഒരു ആദരവ് കൊടുത്ത സന്ദർഭത്തിൽ അത് ധൂർത്താണെന്ന് പറഞ്ഞവർ, അത് ആഡംബരമാണെന്ന് പറഞ്ഞവർ ചെയ്യുന്ന പ്രവൃത്തിയെ നിങ്ങൾ നോക്കിയേ. വാക്കും പ്രവൃത്തിയും തമ്മിൽ എത്ര വ്യത്യാസമാണെന്ന് നോക്കിയേ. മാധ്യമങ്ങളിലൂടെ ജീവിക്കുക, മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന വാർത്തയും വിവാദങ്ങൾ കൊണ്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുക, അത് ഉപയോഗപ്പെടുത്തി സുഖലോലുപതയിൽ ആറാടുക.